ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. പടക്കളം മനു സ്വരാജ് സംവിധാനം ചെയ്ത് വിജയ് ബാബുവും വിജയ് സുബ്രഹ്മണ്യവും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് പടക്കളം. ഈ സിനിമ ലാസ്റ്റ് വീക്ക് നാട്ടിൽ റിലീസായെങ്കിലും UAE ഇന്നലെയാണ് റിലീസായത്. എനിക്ക് ഇന്നാണ് കാണാൻ സാധിച്ചത്. കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയനേം എന്ന് തന്നെ തോന്നി. കാരണം അത്ര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല കോമഡി ആയാലും ഒക്കെ എനിക്ക് നല്ലോണം വർക്ക്ഔട്ടായി. ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ബാക്കി ഔട്ട്സൈഡ് കാര്യങ്ങളെല്ലാം മറന്ന്, ഞാനാണെങ്കിൽ വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് ആ പ്രഷറൊക്കെ മറന്ന് ഒരു 2.5 hours എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് പടക്കളം ഫീൽ ചെയ്തത്. നിതിൻ സി ബാബുവും ഡയറക്ടറായ മനു സ്വരാജും ചേർന്ന് കഥ എഴുതിയ സിനിമ ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. നമ്മൾ പ്രീവിയസ്ലി കണ്ടിട്ടുള്ള ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് പടക്കളവും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ലീഡ് റോൾസ് ചെയ്തിരിക്കുന്നത് സുരാജും ഷറഫുദ്ദീനും പിന്നെ 4 ക്രിഞ്ച് പിള്ളേരുമാണ്. നമ്മൾ ഫാലിമിയില് ബേസിലിന്റെ അനിയനായിട്ടും റീസെന്റ് ഇറങ്ങിയ ജിങ്കാനക്കകത്ത് ബോക്സറായിട്ടും ഒക്കെ കണ്ട സന്ദീപ് പ്രദീപ്, അതുപോലെ സാഫ് ബോയ്സിലെ പയ്യൻ, പിന്നെ നമുക്ക് റീൽസിലൂടെ ഒക്കെ നല്ല ഫെമിലിയർ ആയിട്ടുള്ള അരുൺ പ്രദീപ്, അതുപോലെ തന്നെ അരുൺ അജികുമാർ. ഇവര് 4 പേരുമാണ് റോൾസ് ചെയ്തിരിക്കുന്നത്. ഇവര് എല്ലാവർക്കും ഇൻക്ലൂഡിങ് സുരാജ് ആയാലും ഷറഫ് ആയാലും ഈ 4 പിള്ളേർക്കായാലും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ ഈക്വൽ സ്ക്രീൻ സ്പേസ് ഉള്ള റോൾസിലാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അതുപോലെ മാർക്കോയില് ഉണ്ണിമുകുന്ദന്റെ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള അനിയന്റെ റോൾ ചെയ്ത ഇഷാൻ ഷൗക്കത്തും പിന്നെ നിരഞ്ജന അനൂപും മറ്റു വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വിജയ് ബാബുവിനെയും നമുക്ക് 1-2 സീൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഫാന്റസി സൂപ്പർ നാച്ചുറൽ സംഭവം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമഡി ജാനറാണ് സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രെയിലർ ഒക്കെ കണ്ടിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് തീം പോകുന്നത് എന്നുള്ളത്. ഞാൻ ആക്ച്വലി സിനിമ കണ്ടതിന് ശേഷമാണ് ട്രെയിലർ കണ്ടത്. ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഇത് ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്, അതിന്റെ ഒരു കുറച്ച് നല്ല എക്സ്പാൻഡഡ് സാധനമാണ് എന്ന് മാത്രമാണ് തോന്നിയത്. പക്ഷെ എടുത്തിരിക്കുന്നത് എനിക്ക് നല്ലോണം വർക്ക്ഔട്ട് ആയ കോമഡിയാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഈക്വൽ സ്പേസ് ഉള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. ഇപ്പൊ സുരാജിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെന്റ് ഒന്നും അങ്ങനെ സുരാജിന്റെ കോമഡി മൂവീസ് ഒന്നും അധികം കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എല്ലാം ഭയങ്കര സീരിയസ് റോൾസ് ഒക്കെയാണ്. പക്ഷെ ഈ സിനിമയില് പഴയ സുരാജിന്റെ ആ ഒരു കോമഡി റോൾസിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വരുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് ഓവർ ആക്കാണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് ഈ സിനിമയില്. ഇപ്പൊ അതുപോലെ ഷറഫിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊതുവെ ഷറഫിന്റെ ഫിലിംസ് ഒക്കെ ഇഷ്ടമാണ്. ഹലോ മമ്മിയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ട് ഒരുപാട് ചിരിച്ചതുമാണ്. ഇതിലും ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സീരിയസ് രീതിയിൽ പോകുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും ആ ഒരു ഷറഫിന്റെ കോമഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഷറഫിന്റെ റോളും ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ മറ്റ് 4 പിള്ളേരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ല, എസ്പെഷ്യലി എല്ലാരും നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ സന്ദീപിന്റെ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഒരു ഡെപ്ത് ഉള്ളതുകൊണ്ടായിരിക്കാം, കോമഡിയും ഇച്ചിരി സീരിയസും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നല്ലോണം സന്ദീപ് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഈ മാസ് സിനിമകളും കോമഡി സിനിമകളും ഒക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ, അതായത് നമ്മൾ അത്ര ഒരു ക്രൗഡിന്റെ ഇടയിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക വൈബായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു തിയേറ്ററിന്റെ ഓളവും അല്ലെങ്കിൽ ആ ഒരു ചിരിയും ഒക്കെ കൂടെ. ഇന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പം എല്ലാരും നല്ലോണം എൻജോയ് ചെയ്ത് സിനിമ കാണുന്ന പോലെ തന്നെയാണ് തോന്നിയത്. ചുറ്റിനുമുള്ള ചിരിയൊക്കെ കേൾക്കാൻ നല്ലോണം സാധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ലോണം എന്റർടൈനിങ് ആയിരുന്നു പടക്കളം. ഞാനും കുറെ ചിരിച്ചു. അപ്പം ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു സ്ട്രെസ് ബസ്റ്റർ തന്നെയാണ് പടക്കളം. സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.